ഒരു ചിരി ബമ്പർച്ചിരി ഇത് ഓലത്തുമ്പത്താടാൻ വാ, ഓലത്തുമ്പത്താടിയിടുന്നൊരു നാടൻ കോമഡി കേൾക്കാൻ വാ. ഹേ ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. മഴൽ മനോരമയിലെ ഷൂട്ട് ഇന്ന് ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനും എന്റെ സഹോദരൻ നരവണൻകുട്ടിയുമായി ഫ്ലോറിലേക്ക് പോകാൻ പോവുകയാണ്. എടാ, ഇങ്ങനെ ഞാൻ മുടി ഇന്ന് സെറ്റ് ചെയ്ത് ഓക്കെ ആയിരിക്കും. ഞാൻ സെറ്റ് ചെയ്തതാണ്. ഗൈസ്, ഇത് ഞാൻ സ്വന്തമായി എന്റെ മുടി കേൾ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ കേരള റൊട്ടീനൊക്കെ പഠിക്കാൻ തുടങ്ങി. അറിഞ്ഞാടാ നീ? അതെ അതെ, മുടി ചുരുട്ടുന്ന റൊട്ടീൻ. അങ്ങനത്തെ പല സെറ്റപ്പുകൾ ഞാൻ കൂടുന്നുണ്ട്. ഇന്ന് അമ്മമാരെ കൊണ്ട് ചെലവ് പിടിക്കണം കേട്ടാ. ഇന്ന് ഞങ്ങൾ ബസ്സിനെ സമയത്ത് അവതരിപ്പിക്കുന്നു കൊന്നാപ്പാവും തിന്നാത്തരും. അതെ, കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണം ഗോൾഡൻ ബസറും 2 ബമ്പറും അടിച്ചാണ്. അപ്പൊ അവന്മാരെ നമുക്ക് ചെലവഴിക്കണം. അതും എന്നെ വർഷം വിറ്റു സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ആദ്യം ഫ്ലോറിൽ പോവാം, റെഡി ആവാം, എന്നിട്ട് ഫ്ലോറിൽ കയറി ഷൂട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവന്മാരെ പിടിച്ച് പിഴിയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സാധാരണ മുതലാളിയാണ് നമുക്ക്, ഞാനാണ് സ്പോൺസർ ചെയ്യണത്. കൈയടിക്കുന്നതിന്. അതെ അതെ, ഇന്ന് അവന്മാര് നമുക്ക് സ്പോൺസർ ചെയ്യട്ടെ, എന്നെ കൊന്നതിന്. ലെറ്റ്സ് ഗോ ഗൈസ്. എടാ, അയ്യോ എടാ, എന്റെ തലേണ നിന്നെ തപ്പിതാണ്ട് അവള് വന്നിട്ടുണ്ടടാ. ഒരു വണ്ടി നിറച്ച് എന്താ നിന്റെ അകത്തൊന്ന് കേറണ മടക്കി വെക്കുന്നു. നമ്മളെ ടിവിയിലിട്ട് കൊന്ന് നിങ്ങളെ കൊണ്ടുപോയണ്ട എല്ലായിടത്തിനും. നിന്നെ എന്തിനാ കൊല്ലണത്? അതല്ല, കൊല്ലാൻ കൊണ്ടുവന്നിട്ട് മേക്കപ്പ് ഇട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായിട്ട് കാണണ്ടേ. മുറപ്പെണ്ണ് താണ്ട, മുറപ്പെണ്ണ് നമ്പർ 1 തോണ്ടിരിക്കണ്. മുറപ്പെണ്ണ് 2 എവിടെ? വന്നില്ല. അവ എവിടെ പോയി? ഹോസ്പിറ്റൽ കേസ് കാരണം വരാൻ പറ്റി. ആണാ? ആണല്ലേ? എടാ, ശ്രീത്തിന്റെ മോൻ കാണാൻ പോലും ഇല്ല എന്റെ അകത്ത്. എടാ, നീ മേക്കപ്പ് ഇട്ടിട്ടുണ്ടാ? അത് തന്നെ ചുമ്മാരി. ഞാനൊന്ന് പറയട്ടാ. നീ പറ. അഗേഷിന്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അവന് കല്യാണം ആലോചിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. നല്ല ആലോചന ക്ഷണിച്ചോളൂ. ഓക്കെ, അപ്പം ഞങ്ങളെ രണ്ടുപേരും കൊന്നുവിന്റെ കൊലച്ചോറ് തിന്നാൻ പോവാ. പക്ഷെ ഓക്കെ, മന്തിയല്ലേ? ഓക്കെ, അപ്പൊ മന്തിക്കടലോട്ട് പോട്ടെ കേസ് ഞങ്ങൾ. വണ്ടി അങ്ങ് ആടി പറ്റിയാണ് വന്നത്. ഇറങ്ങിയാടാ എല്ലാരും? 1 2 3 4 ബാക്കിയുള്ളവന്മാരെവിടെ? ഓടിയാ? ഡേയ്, അപ്പൊ എത്ര മന്തി നിങ്ങൾ വാങ്ങി തരണത്? നിങ്ങൾക്ക് വീട്ടിലുള്ളത് നീ കുടുംബശ്രീ ഊണ് നിന്നോടാ. എന്തരടാ? ആണോ? കുഴപ്പമില്ല, നമുക്ക് മന്തി പിടിക്കാം. മന്തിയാണ് നമ്മുടെ ഇത് നമ്മുടെ മഴവില്ല തൊട്ടടുത്തുള്ള ഒരു കടയാണ് ഗൈസ്, ഹോട്ടൽ അൽ റീം. ആര്? അതവള് അറിയാണ്ട് ചെയ്തല്ലേ? അറിഞ്ഞോണ്ട്. എന്തൊരു സ്നേഹം കൂട്ടുകാരനോടുള്ള. ഗൈസ്, നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ 2 ഉണ്ട്. ഒന്ന് രണ്ട് ശ്രീജിത്തും അമലും കൂടെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. കാർത്തിയേട്ടാ, അത് 1.5 മില്യൺ എങ്ങാണ്ട് പോയിട്ടുണ്ട്. പിന്നെ യവനും അഖിലും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഹണിമൂൺ, അത് വേറൊരു സൈഡിൽ കൂടെ ഓടുന്നു. കള്ളിമുട്ടിയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഞങ്ങളെ ഹണിമൂണിന് കൊണ്ടുപോണത് രാജസ്ഥാൻ മരുഭൂമിയിൽ ചലഞ്ചായിട്ട്. ഏട്ടാ, എനിക്ക് മണലിക്കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ഏട്ടാ, കാല് താന്ന് പോവുക. അങ്ങനെയാണ് ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഇന്റർലോക്കും കൊണ്ടിട്ടേക്കാം. എന്റെ ചെടി എന്ത് പറയുന്നത്? അത് ഞാൻ വീട്ടിൽ കൊണ്ട് നടാൻ വേണ്ടി കല്ലുമുച്ചടി ഇവളുടെ ഒടുക്കത്തെ ചെടി നിനക്കറിയാമോ?
ക്യാമിയോ അപ്പിയറൻസ് അല്ലേ? ആ നിനക്കെന്താ സ്വന്തം വ്ളോഗ് വരാൻ വയ്യാത്തത്? നാളെ ഇന്നലെയാണോ നാരായണൻകുട്ടി ക്യാമറ കൊണ്ട് ഇവന്മാരെ പിറകെ കിടക്കണം, ഇവന്മാർ ഓടിക്കളയണം. ഞാൻ ചിന്തടാ അവന്റെ വ്ളോഗ് അല്ലേ ഞങ്ങളുടെ വ്ളോഗ്? അതാണെങ്കിൽ കുട്ടിയായിരിക്കും. അങ്ങനെ പല നീയും അവനും ഇല്ലെങ്കിലും ബാക്കിയെല്ലാം കാണും. നിങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങണ? ഓ അത് എനിക്ക് ഇട്ടുള്ളതാണ് സുഹൃത്തുക്കളെ. ആവുണ്ട് വീട് പണിയും പോഡ്കാസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ഇവന്മാര് ജീവിതത്തെ ഇങ്ങനെ പറിച്ചെടുത്ത് വെച്ചോണ്ടിരിക്കുക അതിനകത്തോട്ട്. അതെ അതെ. എടാ ഒരു 2 മന്തി പാക്കും കൂടെ ചെയ്തോ, വെറുതെ ഇരിക്കട്ടെ. രാത്രിയത്തേക്കുള്ള മന്തി. അതെ അതെ വേണം. അങ്ങനെയൊന്നും 4 ദിവസത്തേക്കുള്ള ഫുഡും പാക്ക് ചെയ്തിട്ട് പോകാനാണ്, അത് മതി. 4 ദിവസത്തേക്കുള്ള ഫുഡ് വേണം. ഷെഡ്യൂൾ 4 ദിവസമല്ലേ? അപ്പൊ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഈ 2 മന്തി വീതം. നമ്മൾ മന്തി റൈസ് വാങ്ങിച്ചു കോഴിയെ പിടിച്ചുതരാന്ന് പറഞ്ഞാൽ നാരായണൻകുട്ടി പരിങ്ങണ സൈഡ്. ഓക്കെ വിശക്കണ പെട്ടെന്ന് വരുവാടാ ഇത്. ഓ ശരി വരട്ടെ കേസ്. എല്ലാവർക്കും പ്ലേറ്റ് ഒക്കെ കിട്ടിയ കേസ്. ഇതെന്താ ഇത്? ആണല്ലേ? അപ്പൊ മൈൻഡ് പോലും ചെയ്യണില്ല. വരട്ടെ ഗൈസ്. 2:30 തിരിച്ചെനിക്ക് ഫ്ലോറിൽ കയറണം. ഇന്നെങ്ങാനും വരുവോടെ മന്തി? നീ ആ മയണൈസ് മാത്രം ഇപ്പൊ നോക്കിക്കോ. കൊണ്ടുപാടാ നിന്റെ പ്ലേറ്റിലോട്ട് വിളമ്പാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐശ്വര്യമായിട്ട് ഒരു കാലപ്പുറത്തോടാ. ഓക്കെ ഇത് തിന്ന് തീർന്നിട്ട് എന്തൊരു പറ്റിയടാ? ഓ ഓക്കെ മതി. ഇനി നിങ്ങൾ വിളമ്പ്, എല്ലാരും കഴിക്കും. ബോൺ ആപ്പറ്റീറ്റ്. നീ എന്താടാ കാണിക്കണത്? ഓ ആ പ്ലേറ്റ് അങ്ങോട്ട് എടുത്തോണ്ട് പോയാ പോരേടാ. അപ്പൊ അവര് പ്രോമിസ് ചെയ്ത കണക്ക് മന്തി സെറ്റാക്കിയിരിക്കുന്നു. താങ്ക് യുടാ. ഇന്ന് നീ നിന്റെ സ്വപ്നത്തിൽ പോയി രാത്രി കണ്ടാ മതി. പക്ഷെ നല്ലോണം കഴിച്ചു കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആണോ നോക്കട്ടെ. ആഹാ നല്ല മതി. കഴിക്കട്ടെ കഴിച്ചിട്ട് വരാം. നീ എന്തിനാ ചിക്കൻ ചെയ്തോണ്ടിരിക്കുന്നത്? ഇതൊന്നും ഇടാൻ പോലും പറ്റൂല. ആ വാക്ക് സെൻസർ ചെയ്ത് കളഞ്ഞേക്കണം കേട്ടാടാ. ആ അതിടാം. തമിഴ്നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ ബോർഡർ ചിക്കൻ കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ പിച്ചിപ്പോട്ട കോഴി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഇതേ ഒരു സാധനമുണ്ട്. പക്ഷെ ആണല്ലേ? താങ്ക് യു ഫോർ ദ ചെലവ്. താങ്ക് യു. അത് നീ സ്വപ്നത്തിൽ കണ്ടോളാം ഞാൻ പറഞ്ഞല്ലോ. അതെ ഓക്കെ അപ്പൊ നമ്മള് സെറ്റ് ആയില്ലേടാ? ഓക്കെ വയറ് വീർത്ത്. നീ എന്താടാ എന്റെ ഉള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങള് നൈസായിട്ട് കഴിച്ചിട്ട് ഇറങ്ങട്ടെ ഗൈസ്. എടാ എന്തിനാ കാണിക്കണ? വല്ലാത്ത താങ്ങ തന്നെ. നീ എന്താ എഴുന്നേ കാത്തത്? തൂക്കാൻ വേണ്ടി ഇരിക്കടാ. ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി ഗൈസ്. ആണാ? അപ്പൊ ഇതെത്ര നീ തിന്നു? വീട്ടിലെ ഏറ്റവും വലിയ വേസ്റ്റ് ആണ്.
അത് പറയാൻ വേണ്ടി മാത്രം അവൻ തിരിച്ചു വന്നടാ. പുഷും പുള്ളു അറിഞ്ഞൂടല്ലേ? ഓ ബാ ഇറങ്ങാം. നിങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. മേഡം പോയി തിരിച്ച് ഷൂട്ടിന് കയറാം. നമ്മളിപ്പോ മേളിന്ന് മന്തി കഴിച്ചേ, അവന്മാര് വരും. അപ്പം എത്ര മന്തി നമ്മൾ വാങ്ങിച്ചടാ? 2 ഫുള്ള്. 8 മന്തിയുടെ പൈസ പറഞ്ഞു കേട്ടാ. ഉമ്മ 8 മന്തിയുടെ പൈസ പറഞ്ഞു. 8 മന്തിയുടെ പൈസ പറഞ്ഞാൽ എത്ര രൂപയായി? ബില്ല് കൊടുത്തില്ല. എടാ ഇതാണാടാ? ഇതല്ലടാ, ഇത് 2 മന്തിയുടെ പൈസയല്ലേ ഉള്ളൂ. ഞാൻ 8 മന്തിയുടെ പൈസയുടെ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് പിന്നീട് വന്ന് തിന്നാനേ മൂടാവുമ്പോഴേ. ചേട്ടാ 8 മന്തിയുടെ ബില്ല് കൊടുത്തോ? അപ്പൊ 8 മന്തി അല്ലല്ലേ, 8 പേരായിരുന്നു. ഓ എടാ, അപ്പൊ എനിക്ക് ഒരു കപ്പലിന്റെ മുട്ടായി കൂടെ. അപ്പൊ പിന്നെ 8 കപ്പലിന്റെ മുട്ടായി. നിങ്ങ കപ്പലിന്റെ മുട്ടായി വേണ്ടേ? ടൂത്ത് പിക്ക് മതിയാ? കൊടു പിള്ളേരെ കൊടു. അത് കുഴപ്പമില്ല, എക്സ്ട്രാ ബോണസ്. പക്ഷെ ഒരു കുപ്പി എടുത്ത് വെച്ചോ, വീട്ടിൽ ചെന്നില്ല. ശരി വാ, വണ്ടി കയറുമെന്ന് പെട്ടെന്ന്. ഓക്കെ, ഞങ്ങള് കുറച്ചു നേരമായിട്ട് ഇറങ്ങുന്നു. ഇനി ശരിക്കും ഇറങ്ങട്ടെ. മഴ കേട്ടാ, പിന്നെ മഴക്കാലമായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് കേറടാ. 1 2 3 4. എടാ അവനെ കേട്ടറാ. ഓ കേറിയ, എല്ലാരും കേറിയാ? ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ, ലഞ്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് ഫ്ലോറിൽ കയറി ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓ ഗൈസ്, ഷൂട്ട് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി ഫ്രഷായി കഴിഞ്ഞപ്പോഴത്തേക്കും 10:32. എൻ്റെ പൊന്നോ, ഇന്ന് നല്ല ഹെവി വർക്കായിരുന്നു ഗൈസ്. 3 എപ്പിസോഡ്, അതിൻ്റെ ഇടയിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോർമാറ്റിൽ കുറച്ച് ചില്ലറ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി ഗൈസ്. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ഇന്നത്തെ ഒരു ഷോർട്ട് വ്ളോഗാണെന്ന്, പക്ഷേ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. രാവിലെ പോയി വർക്ക്. ഉച്ചയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു നമ്മുടെ സ്ലൈസ് ഓഫ് ലൈഫ്. പക്ഷെ കിടിലം മന്തിയായിരുന്നു ഗൈസ്. എന്തായാലും കൊന്നാപ്പാപ്പം അങ്ങനെ തിന്നിട്ട് തീർന്നിരിക്കുന്നു. അയ്യോ, ഈ ചിരിയല്ലേ ആർട്ടിഫിഷ്യൽ എന്ന് വല്ലതും പറയണം ഗൈസ്. അത് ഞാൻ ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് ചിരിക്കുന്ന ചിരിയാണത്. പക്ഷെ അതാർക്കും ഇഷ്ടപ്പെടണില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചിരിക്ക് വിരാമം കൊടുക്കാം എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അത് അറിയാതെ പറഞ്ഞതാണ് ഗൈസ്. ചിരിച്ച് വരുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. ഓക്കെ, അപ്പോൾ ഇനി കിടന്നുറങ്ങട്ടെ ഗൈസ്. ഒന്ന് റിലാക്സ് ചെയ്ത് നാളെ രാവിലെ എഴുന്നേക്കണം. നാളെ വൈകുന്നേരം നമുക്കൊരു പോഡ്കാസ്റ്റ് ഷൂട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല വെൽ റെസ്റ്റഡ് ആയിട്ട് നാളെ ഷൂട്ടിന് പോയാലേ രാത്രി നമുക്കൊരു പോഡ്കാസ്റ്റ് കൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, അല്ല ഉച്ചയാണെങ്കിൽ ഗുഡ് ഉച്ച, എന്തായാലും. അപ്പോൾ നാളെ കാണാം ഗൈസ്. ടാറ്റാ. പക്ഷേ ടാറ്റോട് ടാറ്റാ, ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം.